അങ്ങനെ രാവിലെ ഞാൻ ഈ നടന്നു പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. അവിടെ എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ട്രെയിനെല്ലാം വന്ന് ഞാൻ അതിൽ കയറി അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അപ്പോൾ ആരാന്ന് കാണണ്ടേ, അപ്പോൾ എൻ്റെ വീട്ടുകാരാണ് വന്നത്. അപ്പോൾ എനിക്ക് വേണ്ടി കുറേ സാധനങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ കവർ തുറന്ന് നോക്കിയപ്പോൾ അത് റംബൂട്ടായിരിക്കണം. അപ്പോഴേ ഞാനത് കൈയോടെ അങ്ങ് പിടിച്ച്, കാരണം ഇതിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അങ്ങനെ നമ്മൾ ഇവിടെ റൂമിലോട്ട് ഇനി നടന്നു പോവുകയാണ്. അങ്ങനെ നമ്മൾ ഒരുങ്ങി റെഡി ആയിട്ട് ഇനിയിപ്പോൾ നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവരെ വെറുതെ നമ്മൾ വിടേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അവർ ഇന്ന് തന്നെ പോവുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഇനി പോകുന്നത് മെറീന ബീച്ചിലാണ്. അങ്ങനെ നമ്മൾ ജ്യൂസ് കുടിച്ച് ഇറങ്ങിയപ്പം തന്നെ ഊബർ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൽ കയറി നേരെ ഇനിയിപ്പോൾ പോവുകയാണ്. പിന്നെ അതിൽ ഇരുന്ന് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഉറക്കവും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു 10 മിനിറ്റ് അതിൽ കിടന്നങ്ങ് ഉറങ്ങി. എന്തായാലും നമ്മൾ ഉറങ്ങി എണീറ്റപ്പം തന്നെ നമ്മൾ ബീച്ച് സൈഡ് എത്താറായിരുന്നു. അപ്പം നമുക്ക് ഊബർ ചേട്ടനാണെങ്കിൽ അവിടുത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരിക, അതിനെ പറ്റിയിട്ടുള്ള ഓരോ സ്ഥലം കാണുമ്പോഴും ഇന്നതെന്ന് പറഞ്ഞ് നമുക്ക് കുറേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്കത് ഓർമ്മയില്ല. ഫൈനലി നമ്മളാണെങ്കിൽ മെറീന ബീച്ചിലെത്തി. അവിടെ ചെന്നിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മൾ അരിനെല്ലിക്ക കഴിച്ചിട്ടാണ്. ഇത് 2-3 കഴിഞ്ഞപ്പോൾ ഒരു പുളിപ്പ് കാരണം ഞാൻ പിന്നെ കഴിച്ചില്ല. പിന്നെ മാങ്ങയാണെങ്കിൽ എന്തോ എനിക്ക് കഴിക്കാനും തോന്നിയില്ല. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതിന് മുമ്പ് വന്നപ്പോൾ നമ്മൾ ഈ സ്ഥലം നമുക്ക് അറിയാതെ പോലും ഇല്ലായിരുന്നു. നമ്മൾ നേരെ ബീച്ചിലാണ് പോയത്. ഇവിടെ ഫോട്ടോ എടുക്കാനാണെങ്കിലും അത് നല്ലതാണ്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കുറച്ച് നേരം നിന്നതിന് ശേഷം നമ്മൾ നേരെ പിന്നെ ബീച്ചിലോട്ടാണ് പോയത്. ഇവിടെ എത്തിയപ്പോൾ ഒരു ഒടുക്കത്തെ വെയിൽ. അങ്ങനെ പിന്നെ കുറച്ച് നേരം നമ്മൾ ഇതിൽ കുറച്ച് നേരം കിടന്ന് കളിച്ചതിന് ശേഷം ഇനിയിപ്പം നമ്മൾ നേരെ പോവുകയാണ്, കാരണം നമുക്ക് സമയമില്ല. അങ്ങനെ പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ നോക്കിയപ്പം വീണ്ടും കരിമ്പ് ജ്യൂസ് ഇരിക്കുന്നു. നമ്മൾ എൻ്റെ ഇടയ്ക്കും കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതും കുടിച്ചിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഊബർ ചേട്ടൻ വരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ വെയിലടിച്ച് ടാനടിച്ചിൻ്റെ കാര്യം എൻ്റെ ഇടയ്ക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അവിടെ പോയതിൻ്റെ ഒക്കെ തെളിവ് നമ്മുടെ പാൻറ്റിലും ഉണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ നേരം നിന്നപ്പോഴത്തേക്ക് നമ്മുടെ ഊബർ ചേട്ടനും വന്ന്. സമയമൊക്കെ എന്ത് പെട്ടെന്നാണ് പോകുന്നത്. നമ്മൾ ഇറങ്ങി വന്ന് അപ്പം തന്നെ സമയം പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് തന്നെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് സമയവും ഇല്ല. നമ്മൾ റൂമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവർ വന്നിട്ടുള്ള വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ.